നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് BA എക്കണോമിക്സിലെ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലായിട്ടുള്ള ടോപ്പിക്കിലത്തെ അതായിട്ടുള്ള മെത്തേഡ്സ് ഓഫ് എക്കണോമിക്സിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഡിസ്കഷൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്ന വ്യക്തികളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേമാതിരി തന്നെ ഷെയറും കാര്യങ്ങളൊക്കെ തന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് നമുക്ക് ടോപ്പിക്കിലേക്ക് നീങ്ങാം. അപ്പോൾ ഇന്നിവിടെ മെത്തേഡ്സ് ഓഫ് എക്കണോമിക്സിലത്തെ രണ്ട് തരം മെത്തേഡാണ് നമുക്ക് അവിടെ പറയുന്നത്. ഒന്ന് നമുക്കിവിടെ ഡിഡക്റ്റീവ് മെത്തേഡും അതേമാതിരി തന്നെ നമുക്ക് വേറെ ഇൻഡക്റ്റീവ് മെത്തേഡും കൂടിയാണ് നമുക്ക് ഇന്നിവിടെ ഡിസ്കഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഡിഡക്റ്റീവ് മെത്തേഡിനെ നമുക്ക് രണ്ട് പേരിലൂടെ അറിയപ്പെടുന്നുണ്ട്. ഒന്ന് അനലിറ്റിക്കൽ മെത്തേഡ് അഥവാ പ്രിയോറി മെത്തേഡ്. അപ്പോൾ രണ്ട് മെത്തേഡാണ്. അപ്പോൾ നമുക്ക് ഡിഡക്റ്റീവ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് അനലിറ്റിക്കൽ മെത്തേഡ് ഓർ പ്രിയോറി മെത്തേഡ് എന്നും കൂടി നമുക്ക് അവിടെ പറയാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിന്റെ ഒരു ചെറിയ രീതി അവിടെ തുടക്കണം. ഈ ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ എസംഷൻ എന്നുള്ള ഒരു മീനിങ് ഉണ്ട്, അല്ലെങ്കിൽ ഹൈപ്പോത്തിസിസ്. എസംഷൻ പറയാനും ഹൈപ്പോത്തിസിസ് പറയാനും നമുക്കറിയാം സങ്കല്പം എന്നുള്ളൊരു രീതിയാണ്. നമ്മൾ പറയാറുണ്ട് ഊഹം അല്ലെങ്കിൽ നമ്മൾ അനുമാനം എന്നൊക്കെ നമ്മൾ അവിടെ പറയുന്നുണ്ട്. അപ്പൊ അതേമാതിരി ഏകദേശം നമ്മൾ അവിടെ ഒരു എസംഷൻ രീതിയിലാണ് ഈ ഒരു ഡിഡക്റ്റീവ് മെത്തേഡ് നമ്മൾ അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് കണ്ടെത്തുന്നത്. അപ്പൊ എല്ലാം നമുക്ക് അവിടെ ഇതിലൂടെ കിട്ടുന്നത് സത്യസന്ധമാവണം എന്നില്ല. ചില സമയത്ത് നമുക്ക് കിട്ടുന്ന രീതിക്ക് അനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഡിഡക്റ്റീവ് മെത്തേഡിന്റെ കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് സൗണ്ട് എന്നുള്ള ഒരു രീതി നമുക്ക് അവിടെ പറഞ്ഞത്. അതായത് സൗണ്ട് കൊണ്ട് നമുക്ക് ഇവിടെ ഉദ്ദേശിക്കുന്ന ശബ്ദമല്ല, ട്രൂ എന്നുള്ളൊരു വാക്കാണ് നമുക്ക് അവിടെ പറഞ്ഞത്. അപ്പൊ സത്യസന്ധമായിട്ട് നമുക്ക് അവിടെ കിട്ടണമെങ്കിൽ ഇതിൽ നമ്മൾ വിചാരിച്ച അനുമാനം അല്ലെങ്കിൽ സങ്കല്പം സത്യസന്ധമായിട്ട് നമുക്ക് അവിടെ വന്നാൽ മാത്രമാണ് ഈ ഒരു മെത്തേഡ് ആയിട്ടുള്ള ഡിഡക്റ്റീവ് മെത്തേഡ് എന്നുള്ളത് ഒരു നിയമമായിട്ട് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ സത്യസന്ധമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ട് നമുക്ക് അവിടെ മാറാൻ സാധിക്കും. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന അനുമാനം അല്ലെങ്കിൽ എസംഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് നമ്മൾ വിചാരിച്ച മാറ്റുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിയാൽ മാത്രമേ ഈ ഡിഡക്റ്റീവ് മെത്തേഡ് എന്നുള്ളത് ട്രൂ എന്നുള്ളത് നമുക്ക് അവിടെ പറയാൻ സാധിക്കുള്ളൂ. ഇനി നമുക്ക് അതിന് താഴെ നോക്കാം. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റീസണിങ് ഫ്രം ദി യൂണിവേഴ്സൽ ടു ദി ഇൻഡിവിജ്വൽ. അപ്പൊ ഇവിടെ നമുക്കറിയാം റീസണിങ് പ്രോസസ്സാണ് നമുക്ക് അവിടെ ചെയ്യുന്നത്. ഇവിടെ റീസണിങ് കൊണ്ട് നമുക്ക് അവിടെ പറയുന്നത് ജനങ്ങളിലേക്ക്, അതായത് നമ്മളിവിടെ എടുത്തു പറയുന്നുണ്ട് യൂണിവേഴ്സൽ ടു ദി ഇൻഡിവിജ്വൽ എന്നുള്ളത്. അതായത് ജനങ്ങളിലെ മൊത്തം ജനങ്ങളിലത്തെ നമ്മൾ പറഞ്ഞു ജനങ്ങളിൽ നിന്ന് സാധാ ഇൻഡിവിജ്വൽ പേഴ്സണിലേക്ക് നമുക്ക് എത്തുന്ന രീതി വരെ നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, റീസണിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ റീസണിങ് കൊണ്ട് നമുക്ക് അവിടെ പറഞ്ഞത് യുക്തിപൂർവ്വമായിട്ട് നമുക്ക് അവിടെ നമ്മൾ പറയാറുണ്ട് ചിന്തിക്കുക, അല്ലെങ്കിൽ നമ്മളിവിടെ അന്വേഷണം ചെയ്യുക, അല്ലെങ്കിൽ അവരുമായിട്ട് കൂടി ആലോചിക്കുക, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഗ്രൂപ്പായിട്ടുള്ള രീതിയിൽ നമ്മൾ ഡിസ്കഷൻ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ റീസണിങ് കൊണ്ട് നമുക്ക് അവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ ഇതേമാതിരി മൊത്തം ജനസംഖ്യ മുതൽ ചെറിയ ചെറിയ ഇൻഡിവിജ്വൽസ് ആയിട്ടുള്ള ആൾക്കാർ മുഖേന വരെ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, കൂട്ടമായിട്ടുള്ള ഒരു ചർച്ച. അതായത് ഒന്നുകൂടി നമ്മൾ പറഞ്ഞ ചർച്ച എന്ന് മാത്രം എടുത്ത് പറയല്ല, യുക്തിപരമായിട്ടുള്ള ചർച്ച. അതായത് നമ്മൾ പറഞ്ഞു ബുദ്ധിപരമായിട്ടുള്ള രീതിയിൽ നമ്മളൊരു ചർച്ചയും കാര്യങ്ങളും എത്തിയിട്ടാണ് അവസാനമായിട്ട് നമ്മൾ അതിനൊരു കൺക്ലൂഷനിലേക്ക് നമ്മൾ അവിടെ എത്തുന്നത്, അവസാനിപ്പിക്കുന്നത്. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് അവസാനിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട്, അതായത് കൃത്യമായിട്ട് ആലോചിച്ചിട്ട് ഇതിനെക്കുറിച്ച് ബുദ്ധിയുള്ള ആൾക്കാരുമായിട്ട് അവർ നല്ല രീതിയിൽ നമ്മളൊരു ഡിസിഷൻ എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, അതിനൊരു കൺസിഡറേഷൻ അല്ലെങ്കിൽ പരിഗണന നമ്മൾ അവിടെ കൊടുക്കുന്നുള്ളൂ. പിന്നെ നെക്സ്റ്റ് ഇതിൽ പറയുന്നത് in this method initially certain assumptions are made. ഇനി എന്തിനെ കുറിച്ചിട്ടാണോ നമ്മൾ കാര്യങ്ങൾ അവിടെ തുടക്കിടുന്നത്. ഇപ്പൊ നമുക്കറിയാം എക്കണോമിക്സിനെ സംബന്ധിച്ചിടത്താണെങ്കിലും അല്ലെങ്കിൽ മറ്റു സബ്ജക്റ്റ് ആണെങ്കിലും നമുക്കൊരു ടോപ്പിക്കും കാര്യങ്ങളും തീർച്ചയായിട്ടും നമുക്ക് നിലവിലുണ്ടാവും. അപ്പൊ അതേമാതിരി തന്നെ എക്കണോമിക്സിന്റെ ബേസിന് എന്തിനെ കുറിച്ചിട്ടാണ് നാം അന്വേഷിക്കുന്നത് എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് കുറച്ച് എസംഷൻസ് അല്ലെങ്കിൽ സാങ്കല്പിക രീതിയെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നമ്മൾ അവിടെ ഫൈൻഡ് ഔട്ട് അല്ലെങ്കിൽ കാര്യങ്ങളിലേക്ക് നമ്മൾ അവിടെ കിടക്കുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇൻഫോർമേഷന്റെ ബേസിലല്ല, നമ്മളൊരു ഏകദേശം ഒരു സാങ്കല്പിക അല്ലെങ്കിൽ അനുമാനത്തിന്റെ രീതിയിലാണ് നമ്മൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അവിടെ തുടക്കം കുറിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഓൺ ദി ബേസിസ് ഓഫ് ദീസ് എസംഷൻസ് certain logical conclusions are drawn. അപ്പൊ ഇവിടെ നമുക്ക് ചിന്തിക്കുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു ചില ആൾക്കാർക്ക് വളരെയധികം യുക്തിപൂർവ്വമായിട്ടുള്ള ഒരു ചിന്താഗതി ഉണ്ടാവും. അതായത് ഒന്നുകൂടി പറഞ്ഞാൽ നല്ല നോളേജ് ഉള്ള അറിവുള്ള വ്യക്തികൾ ഇല്ലേ, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് നല്ല അറിവുള്ള വ്യക്തികളുമായിട്ടായിരിക്കും നമ്മൾ ചില സമയത്ത് നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്ന മാറ്റർ അവരുമായിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ അവിടെ പങ്കിടുക. അപ്പൊ അവരുമായിട്ട് പങ്കിടുന്ന എസംഷൻസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റോ കാര്യങ്ങളോ എന്താണെങ്കിൽ നമ്മൾ അതിലേക്ക് ഒരു ലോജിക്കൽ കൺക്ലൂഷൻസിലേക്ക് എത്തുക, അതായത് യുക്തിപരമായിട്ടുള്ള രീതിയിൽ നമ്മളൊരു നിഗമനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നമുക്ക് അവിടെ പറയുന്നത്. ഇനി നിഗമനത്തിലേക്ക് എത്തിയതിനു ശേഷം മാത്രമേ അതിനെ നമ്മൾ ഒരു ടെസ്റ്റബിൾ ഹൈപ്പോത്തസിസ് ആക്കി മാറ്റുന്നുള്ളൂ. കാരണം അങ്ങനെ എല്ലാവരുമായിട്ട് കൂടി ആലോചിച്ച് നല്ലൊരു തീരുമാനം എടുത്തതിന് ശേഷം മാത്രമേ ഈ പറഞ്ഞിട്ടുള്ള എന്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ അവിടെ ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ സങ്കല്പം എന്നുള്ള ഒരു വാക്കുകൊണ്ട് നമുക്ക് അവിടെ പറയുന്നത് വെച്ചാൽ ആ മേട്ടനെ നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നമ്മൾ പറഞ്ഞു ടെസ്റ്റബിൾ രീതിയിൽ, അതായത് ടെസ്റ്റബിൾ കൊണ്ട് നമ്മൾ പറഞ്ഞു പ്രായോഗികമാക്കുക, അതായത് നമ്മളിവിടെ പ്രാക്ടിക്കൽ ആയിട്ട് അതിനെ കൊണ്ടുവരിക അല്ലെങ്കിൽ അർത്ഥമാക്കുക എന്നൊക്കെ നമുക്ക് അവിടെ പറയാറുണ്ട്. അപ്പൊ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സത്യസന്ധമാക്കി മാറിയതിനു ശേഷം മാത്രമേ അതിനെ പ്രാക്ടിക്കൽ ആയിട്ട് അല്ലെങ്കിൽ ടെസ്റ്റബിൾ രീതിയിൽ നമ്മൾ അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട്
ട്രൂ എന്നുള്ള ഒരു രീതിക്ക് നമുക്ക് അവിടെ എത്തുള്ളൂ. അപ്പോൾ ഒരുപാട് പേരോട് നമ്മൾ പറഞ്ഞു സാധാരണയുള്ള വ്യക്തിയിൽ നിന്നും കൂടി നമ്മൾ അവിടെ ഇൻഫർമേഷനും കാര്യങ്ങളും കളക്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത് ആ ഒരു അനുമാനം അല്ലെങ്കിൽ കൺക്ലൂഷൻസിലേക്ക് നമ്മൾ അവിടെ എത്തുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ഒരു ചെറിയ പോർഷൻ നമുക്ക് അവിടെ പറഞ്ഞു. അപ്പോൾ ഈ ഡിഡക്റ്റീവ് മെത്തേഡിന്റെ ചെറിയൊരു ഭാഗം പറയാൻ നമുക്ക് ഇത്രയേ ഉള്ളൂ. ആൾക്കാരിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻസ് കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക കളക്ഷൻ ചെയ്യുക. അതൊരു ഏകദേശം നമ്മൾ പറഞ്ഞു എസംഷൻസിന്റെ രൂപത്തിൽ തന്നെയാണ് നമ്മൾ അവിടെ കൂടുതലായിട്ടും കളക്ഷൻ ചെയ്യുന്നത്. എക്സാക്ട് ആയിട്ട് ഇന്നതാണ് എന്നുള്ള രീതിയല്ല നമുക്ക് അവിടെ പറഞ്ഞത്. കുറച്ചൊക്കെ നമ്മളൊരു ഊഹത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ചില കാര്യങ്ങൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത് ഫൈൻഡ് ഔട്ട് നമ്മൾ അവിടെ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഇവിടെ പറയുന്നത് ദ ഹൈപ്പോത്തസിസ് ആർ ദെൻ ടെസ്റ്റഡ് അഗെയിൻസ്റ്റ് ദ ഒബ്സർവ്ഡ് ഫാക്ട്സ്. അതായത് ഒബ്സർവ്ഡ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ചില കാര്യങ്ങൾ നമുക്ക് അവിടെ ഓൾറെഡി അതായത് ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഡിഡക്റ്റീവ് മെത്തേഡിൽ നമുക്ക് പറയേണ്ട ഒരു കാര്യമാണ് ചിലപ്പോൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു തിയറി നമുക്ക് അവിടെ നിലവിലുണ്ടായിരിക്കാം. പക്ഷെ അത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വീണ്ടും ചില എക്കണോമിസ്റ്റ് അതിന് എന്ത് ചെയ്യും നമ്മൾ പറയാറുണ്ട് വീണ്ടും ആ ഒരു മെത്തേഡ് നമ്മൾ ഇട്ടിട്ട് കറക്റ്റ് ആണ് എന്നുള്ളത് നമുക്ക് അവിടെ ഒന്നുകൂടി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേമാതിരി ഡിഡക്റ്റീവ് മെത്തേഡ് നമുക്ക് അവിടെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതേമാതിരി തന്നെ ഇവിടെ ഈ കൊണ്ടുവന്നിട്ടുള്ള തിയറി എന്നുള്ളത് അവര് മുഖേന അതായത് ആ പുതിയ നമുക്ക് ഏത് എക്കണോമിസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അവരുടെ ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ അസംഷൻസ് മുഖേന അവരത് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒബ്സർവ്ഡ് ഫാക്ട് അതായത് കണ്ടുപിടിച്ചിട്ടുള്ള തിയറിയോ കാര്യങ്ങളോ എന്താണെന്ന് വെച്ചാൽ സത്യസന്ധമായിട്ടുള്ള കാര്യമാണോ ഒബ്സർവ്ഡ് ഫാക്ട് ആണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അവർ ഒന്നുകൂടി അതിന് എന്ത് ചെയ്യുന്നുണ്ട് ടെസ്റ്റഡും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ എന്താണ് പരീക്ഷണ രീതിയിൽ അവർ ഒന്നുകൂടി അവിടെ ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യുക ചെയ്യണം പ്രൂവിങ് കാര്യങ്ങൾ അവിടെ ചെയ്യുകയാണ് നമുക്ക് അവിടെ നമുക്കറിയാം നമ്മളിപ്പോൾ പേപ്പറിലൊക്കെ പറയാറുണ്ട് എന്താ പറയുക റീസൊല്യൂഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പറയുന്നുണ്ട് അല്ലെ പുതിയ പുതിയ പ്രമേയം കാര്യങ്ങൾ വീണ്ടും വീണ്ടും പാസ്സാക്കുന്ന രീതി. അപ്പൊ ഒന്നുകൂടി ഇതേമാതിരി റീടെസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഡിഡക്റ്റീവ് മെത്തേഡിൽ നമുക്ക് അവിടെ ചെയ്യുന്നുണ്ട്. ഇനി ഈ പറഞ്ഞിട്ടുള്ള എന്താ പറയാ രണ്ടാമത്തെ നമ്മൾ വീണ്ടും ടെസ്റ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് എക്സ്പീരിയൻസ്ഡ് തിയറീസിന് അല്ലെ എന്ന് നമ്മൾ പറയാറുണ്ട് എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് രീതിയിലേക്ക് നമ്മൾ അവിടെ വീണ്ടും ചെയ്യുന്ന തിയറീസിനാണ് ഇവിടെ ടെന്റേറ്റീവ് തിയറീസ് കൊണ്ട് നമുക്ക് അവിടെ പറയുന്നത്. അതായത് നമ്മൾ പറയാറുണ്ട് ഒന്നുകൂടി നമുക്ക് അവിടെ തിയറിനെ നമ്മൾ ഒന്നുകൂടി പരീക്ഷണാർത്ഥമായിട്ടുള്ള രീതിയിൽ നമ്മൾ പുതിയ സിദ്ധാന്തം കൊണ്ടുവരച്ചാൽ അതിനെ ടെന്റേറ്റീവ് തിയറീസ് എന്നുള്ള ഒരു വാക്ക് കൊണ്ട് നമുക്ക് അവിടെ പറയാം. ഒന്നുകൂടി അതിനൊന്നും പരീക്ഷിക്കുക ബെറ്റർ ആണോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സത്യമാണോ എന്നുള്ളത് നമ്മൾ അവിടെ മനസ്സിലാക്കി എടുക്കലാണ് ഈ ഡിഡക്റ്റീവ് മെത്തേഡിന്റെ ഒരു കാര്യം നമുക്ക് അവിടെ പറഞ്ഞത്. അപ്പൊ അത് ഞാൻ പറയുന്നത് നേരത്തെ ഒന്നുകൂടി ചില സമയത്ത് ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ള ആൻസർ ആയിരിക്കും ഇത് പ്രൂവ്ഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും എങ്കിലും അവർക്ക് അത് കൃത്യമായിട്ട് നമുക്ക് എന്താണ് വന്നിട്ടുള്ള ആൻസർ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി അവരുടെ ഭാഗത്ത് നമ്മൾ അവർ എന്ത് ചെയ്യുക പരീക്ഷണവും കാര്യങ്ങളും നമ്മൾ അവിടെ ചെയ്യുന്നതിനാണ് ഇവിടെ ടെന്റേറ്റീവ് തിയറീസ് കൊണ്ട് നമുക്ക് അവിടെ പറയുന്നത്. ഇനി ടെന്റേറ്റീവ് തിയറി സ്റ്റാൻഡ്സ് ദി ടെസ്റ്റ് ടൈം ആൻഡ് അഗൈൻ ഇറ്റ് ബിക്കംസ് എ ലോ. ഇനി പറഞ്ഞിട്ടുള്ള തിയറി വളരെയധികം സത്യസന്ധമായിട്ടുള്ള രീതിയിലാണ് പരീക്ഷണം ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ള പോലെ തന്നെയാണ് അതിന്റെ ആൻസർ എങ്കിൽ അത് കൃത്യമായിട്ട് നമുക്ക് ഇവിടെ എന്താണ് ഒരു തിയറി ബേസ്ഡ് ആണ് അതൊരു ലോ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് അവിടെ മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കും. കാരണം എന്താണ് നമ്മൾ പരീക്ഷണ രീതിയിൽ ആ ഒരു കാര്യത്തെ നമുക്ക് അവിടെ പ്രൂവ് ചെയ്തിട്ട് സത്യസന്ധമാണ് എന്നുള്ളത് നമ്മൾ അവിടെ പ്രൂവ്ഡ് ആയിട്ട് കൂടിയിട്ട് അതെന്തായി ഒരു ലോ ആയിട്ട് മാറ്റിയെടുക്കാൻ നമുക്ക് അവിടെ സാധിക്കും. കാരണം ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തായി സത്യസന്ധമായി അല്ലെങ്കിൽ ഫാക്ട് ആയിട്ട് മാറ്റിയെടുത്തു എന്നുള്ളത് നമുക്ക് അവിടെ പറയാൻ സാധിക്കും. കാരണം ഇത് നമ്മൾ എന്താണ് പരീക്ഷണത്തിന്റെ രൂപത്തിൽ വീണ്ടും അതിനെന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ആൻസർ നമ്മൾ പറഞ്ഞു കൃത്യമാണ് അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് അതേ ഉത്തരമാണ് കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് പ്രൂവിങ് കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട്. ഇനി അതുകൊണ്ട് തന്നെ എ മൈക്രോ എക്കണോമിക് മോഡൽ ഈസ് എ ഡിഡക്റ്റീവ് മെത്തേഡ്. അപ്പൊ ഇവിടെ നമുക്കറിയാം ഒരു മൈക്രോ എക്കണോമിക് മോഡൽ അല്ലെങ്കിൽ മാതൃക എന്ന് പറഞ്ഞത് ഒരു ഡിഡക്റ്റീവ് മോഡൽ ആയിട്ടാണ് എന്നുള്ളതാണ് നമുക്ക് ഇതിന്റെ ഒരു കാര്യം പറയുന്നത്. ഇനി ഇതിന്റെ ഒരു ഉദാഹരണ കാര്യങ്ങൾ ഞാൻ ഇവിടെ ഒന്ന് പറയുന്നുണ്ട്. അതായത് ഇവിടെ നമുക്ക് ഇതിപ്പോ നമുക്കൊരു ഡിഡക്റ്റീവ് മെത്തേഡ് ആണ് എന്നുള്ളത് വിചാരിക്കുക. ഈ ഡിഡക്റ്റീവ് മെത്തേഡിൽ ഇവിടെ നമുക്ക് നോക്കിയറിയാം 30 നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അതായത് 2x + 5y = 30 എന്നുള്ളത് തന്നിട്ടുണ്ട്. അതേമാതിരി തന്നെ x നമുക്ക് അവിടെ 5 തന്നിട്ടുണ്ട് y എന്ന് നമുക്ക് അവിടെ 4 തന്നിട്ടുണ്ട്. ഇത് ഡിഡക്റ്റീവ് മെത്തേഡ് ആണ് എന്നുള്ളത് നമ്മൾ ഇവിടെ എന്താണ് പ്രൂവിങ് ചെയ്യുക ചെയ്തത്. അതായത് കണ്ട ഉടനെ ഇതാണ് അതിന്റെ ഉത്തരം എന്നുള്ളത് നമ്മൾ അവിടെ ഒബ്സർവ് ഫാക്ട് ആയിട്ട് നമുക്ക് ഒരിക്കലും പറയുന്നില്ല. ഇതില് നമ്മളൊരു ഊഹം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അത് കൃത്യമാണ് എന്ന് നമ്മൾ അവിടെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് ഇവിടെ 30 വരിക എന്നുള്ളത് നമ്മൾ അവിടെ പ്രൂവിങ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയറിയാം 2x എന്നുള്ളവർക്ക് നമുക്ക് അവിടെ എക്സിന്റെ സ്ഥാനത്ത് ഞാൻ അവിടെ 2 × 5 + 5y എന്നുള്ളവർക്ക് 5 × y നമുക്ക് അവിടെ 4 തന്നിട്ടുണ്ട് = 30. ഇനി നമുക്ക് നോക്കിയറിയാം 2 × 5 2 × 5 നമുക്ക് അവിടെ അറിയാം 10 10 + 5 × 4 പറയാൻ നമുക്ക് അറിയാം 20 ഈക്വൽ നമുക്ക് അവിടെ 30. അപ്പൊ ഇവിടെ അറിയാം 10 + 20 നമുക്ക് അവിടെ 30 = 30 എന്നുള്ളത് നമുക്ക് അവിടെ വന്നിട്ട് അപ്പൊ നമുക്കറിയാം LHS = RHS എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ ഉത്തരം കിട്ടി. അപ്പൊ നമുക്ക് ഇങ്ങനെ പ്രൂവിംഗിലേക്ക് വന്നാൽ മാത്രമേ ഇത് ഡിഡക്റ്റീവ് മെത്തേഡ് ട്രൂ എന്നുള്ള ഒരു വാക്ക് നമുക്ക് അവിടെ പറയാൻ സാധിക്കുള്ളൂ. ഇനി നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസോ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ പറയാറുണ്ട് ഇവിടെ നമ്മൾ അനുമാനം അല്ലെങ്കിൽ അസംഷൻ ചെയ്യുന്ന രീതി നമുക്ക് അവിടെ തെറ്റാണെങ്കിൽ നമുക്ക് ഈ ഡിഡക്റ്റീവ് മെത്തേഡ് മുഖേന നമുക്ക് കിട്ടുന്ന ആൻസറും അവിടെ തന്നെ ആയിരിക്കും മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഫോൾസ് തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷനും അല്ലെങ്കിൽ നമുക്ക് ഇതേമാതിരി നമ്മൾ ചെയ്യുന്ന പ്രവചനവും കാര്യങ്ങളൊക്കെ അവിടെ സത്യസന്ധമായാൽ മാത്രമേ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യുള്ളൂ ഫൈനൽ ആയിട്ട് നമുക്ക് അവിടെ ട്രൂ എന്ന് നമുക്ക് അവിടെ പറയാൻ സാധിക്കുള്ളൂ. അപ്പൊ ഡിഡക്റ്റീവ് മെത്തേഡിലൂടെ നമുക്ക് ഇത്രേ പറയുന്നുള്ളൂ. നമ്മളൊരു അസംഷൻസ് മെയ്ഡിലൂടെയാണ് നമുക്കൊരു ഫൈനൽ ആയിട്ടുള്ള ഒരു ആൻസറിലേക്ക് നമ്മൾ അവിടെ കടത്തുന്നത്. അത് ഫുൾ ടൈം നമുക്ക്
നമ്മുടെ ആൻസർ ചിലപ്പോൾ സത്യസന്ധമാവണമെന്നില്ല. കാരണം നമുക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടോ അല്ലെങ്കിൽ നമ്മുടെ അസംഷനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ഫൈനലായിട്ട് ട്രൂ ഓർ ഫോൾസ് എന്നുള്ളത് നമുക്ക് അവിടെ പറയാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇതാണ് നമുക്ക് ഡിഡക്റ്റീവ് മെത്തേഡിന്റെ ഒരു കാര്യം നമുക്ക് അവിടെ പറയുന്നത്. ഇനി രണ്ടാമത്തെ ഇൻഡക്റ്റീവ് മെത്തേഡ് എന്തായെന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് നോക്കാം. രണ്ടാമത്തെ ഇൻഡക്റ്റീവ് മെത്തേഡാണ് നമുക്ക് അവിടെ പറയുന്നത്. അപ്പൊ ഈ ഇൻഡക്റ്റീവ് മെത്തേഡിൽ നമുക്ക് അവിടെ എംപിറിക്കൽ ഓർ റിയലിസ്റ്റിക് മെത്തേഡ് എന്ന് കൂടി നമുക്ക് അവിടെ ഇൻഡക്റ്റീവ് മെത്തേഡിന് നമുക്ക് അവിടെ പറയാം. അതായത് ഇൻഡക്റ്റീവ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് എംപിറിക്കൽ ഓർ റിയലിസ്റ്റിക് മെത്തേഡ്. അപ്പൊ ഇൻഡക്റ്റീവ് മെത്തേഡിൽ നമുക്ക് അവിടെ പറയുന്നത് നമുക്ക് കൃത്യമായിട്ടുള്ള യഥാർത്ഥപരമായിട്ടുള്ള രീതി, അതായത് യഥാർത്ഥപരമായിട്ടുള്ള നമുക്കുള്ള ഇൻഫോർമേഷനും കാര്യങ്ങളും കിട്ടിയതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു രീതി അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് മെത്തേഡ് നമുക്ക് അവിടെ തുടക്കം കൊടുക്കുന്നത്. അപ്പോൾ അസംഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടല്ല, കൃത്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഒരു അനുഭവ സംബന്ധമായിട്ടുള്ള രീതിയിൽ, അതായത് എംപിറിക്കൽ കൊണ്ട് നമുക്ക് അവിടെ പറയുന്നത് അനുഭവ സംബന്ധമായിട്ടുള്ള രീതിയിലും അതേമാതിരി യാഥാർത്ഥ്യപരമായിട്ടുള്ള രീതിയും അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈ ഇൻഡക്റ്റീവ് മെത്തേഡ് കാര്യങ്ങൾ നമ്മൾ അവിടെ പറയുന്നത്. അപ്പൊ ഇതിൽ നമുക്കറിയാം ഇവിടെ നമ്മൾ ഒബ്സർവേഷനോ കാര്യങ്ങളും നമ്മൾ അവിടെ ചെയ്യുന്നത് നമുക്ക് നേരത്തെ പറഞ്ഞു ജനറൽ ടു ദി ഇൻഡിവിജ്വൽ ആണ് നമുക്ക് അവിടെ പറയുന്നത്. പക്ഷേ ഇതിൽ പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ടു ജനറൽ ആണ് നമുക്ക് അവിടെ പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു സിംഗിൾ പേഴ്സണിൽ നിന്ന് ഒരുപാട് വ്യക്തികൾ അല്ലെങ്കിൽ സിംഗിളിൽ നിന്ന് യൂണിവേഴ്സ് അല്ലെങ്കിൽ ടോട്ടൽ പേഴ്സണിലേക്കാണ് നമുക്ക് ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് അവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ള രീതിയിൽ എംപിറിക്കൽ ഓർ റിയലിസ്റ്റിക് അല്ലെങ്കിൽ യഥാർത്ഥ രീതി ഇവിടെ തുടക്കം പറയുന്നത് ഇറ്റ് ബിഗിൻസ് വിത്ത് ഒബ്സർവ്ഡ് ഫാക്ട്സ്. അതായത് തുടക്കം കുറിക്കാൻ തന്നെ നമുക്ക് വേണ്ടപ്പെട്ട ഒബ്സർവ് നമ്മൾ നിരീക്ഷിച്ച സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയാൻ ഒരു വസ്തുവിനെ കണ്ടു എന്നുള്ളത് നമ്മൾ പറയാൻ കണ്ടു എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആ വസ്തുവിനെ കൃത്യമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടാണ് ആ ഇന്ന വസ്തു അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് അവിടെ അറിയുന്നത്. അതേമാതിരി തന്നെ നമുക്ക് നമ്മുടെ എക്കണോമിയിലത്തെ ചില കാര്യങ്ങളെ കുറിച്ച് ഉണ്ടാകുന്ന നോളേജ് അല്ലെങ്കിൽ അറിവ്, അതേമാതിരി തന്നെ വസ്തു സംബന്ധമായിട്ടുള്ള ഫാക്ട്സ് എന്താ എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ഈ ഇൻഡക്റ്റീവ് മെത്തേഡിന്റെ കാര്യങ്ങൾ നമ്മൾ അവിടെ പ്രൊസീഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പ്രൊസീഡ് ചെയ്യുന്നത് റിഗാർഡിംഗ് ദി എക്സിസ്റ്റൻസ് ഓഫ് ആൻ എക്കണോമിക് ഫിനോമിനൻ ആൻഡ് ഇറ്റ്സ് കോസസ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ നമുക്ക് എക്കണോമിയിൽ ഉണ്ടാവുന്ന ഫിനോമിനൻ അല്ലെങ്കിൽ പ്രതിഭാസം എന്തൊക്കെയാണ് നമ്മുടെ ഇവിടെ നാഷണലിൽ നമുക്ക് സാമ്പത്തിക പ്രതിഭാസവും കാര്യങ്ങളും എങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ കോസസ് ആൻഡ് എഫക്ട്സും കാര്യങ്ങളും എന്താ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അവിടെ അറിയുന്ന രീതിയാണ് നമുക്ക് ഇതിലൂടെ പറയുന്നത് ഈ ഇൻഡക്റ്റീവ് മെത്തേഡിലൂടെ പറയുന്നത്. അല്ലാതെ നമുക്ക് ഇവിടെ ജസ്റ്റ് നമ്മുടെ ഒരു ഊഹം അല്ലെങ്കിൽ സാങ്കല്പിക രീതിയല്ല നമുക്ക് അവിടെ പറയുന്നത്, കൃത്യമായിട്ട് നമുക്ക് അറിയും എന്നുള്ളതാണ് ഈ ഒരു ഇൻഡക്റ്റീവ് മെത്തേഡിലൂടെ നമുക്ക് അവിടെ പറയുന്നത്. പിന്നെ then establish the cause and effect relationship between the economic event. അപ്പൊ അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് ഒബ്സർവ്ഡ് ഫാക്ട്സ് ഇല്ലേ, നിരീക്ഷിച്ചു കഴിഞ്ഞിട്ടുള്ള സത്യങ്ങൾ അല്ലെങ്കിൽ നിരീക്ഷണ സത്യങ്ങൾ നമ്മൾ അവിടെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ രാജ്യത്തെ പ്രതിഭാസങ്ങൾ അല്ലെങ്കിൽ ഫിനോമിനിലൂടെ നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ അല്ലെങ്കിൽ ഇതിലൂടെ എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ അവിടെ വെളിപ്പെടുത്തുന്നത്. അപ്പൊ വെളിപ്പെടുത്താൻ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് നമുക്ക് എന്തുണ്ട് ഇന്നതാ കാര്യം അല്ലെങ്കിൽ ഇന്നതാണ് നമുക്ക് ഇന്ന കാര്യം. ഇപ്പൊ നമ്മൾ കൊറോണയും കാര്യങ്ങളൊക്കെ വന്നു ഇല്ലേ, ആദ്യം നമ്മളൊന്ന് പകച്ചുപോയി. പക്ഷേ നമുക്ക് മനസ്സിലാക്കി ഇന്ന ആന്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ ഇന്ന മരുന്ന് ഉപയോഗിച്ചാൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് ഇതാവാൻ പറ്റും എന്നത് നമുക്ക് മനസ്സിലാക്കി. അപ്പൊ ഇന്ന കാര്യങ്ങൾ വന്നതിന് ശേഷം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി നമുക്ക് അതിന് എന്തൊക്കെയാണ് സൈഡ് എഫക്ട് എന്തൊക്കെയാണ് നമ്മളെ എങ്ങനെ ബാധിക്കും ഇല്ലേ, ഇല്ലെങ്കിൽ നമ്മൾ ഏത് മരുന്ന് യൂസ് ചെയ്താൽ നമുക്ക് പൂർണ്ണമാക്കി മാറ്റാം, എന്ത് ഭക്ഷണം കഴിക്കാം എന്നുള്ളത് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് നമുക്ക് അറിയാം എന്നുള്ള രീതിയാണ് ഈ ഒരു ഭാഗം നമുക്ക് അവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് ഇതിന്റെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നേരിൽ ഒബ്സർവ്ഡ് ഫാക്ട് എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ നമുക്ക് അവിടെ എസ്റ്റാബ്ലിഷ്മെന്റും കാര്യങ്ങളും നമ്മൾ അവിടെ പ്രഖ്യാപന രീതി നമുക്ക് അവിടെ പറയുന്നത്. ഇനി അങ്ങനെ പ്രഖ്യാപന രീതി നമുക്ക് ഇവിടെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെ ഫൈനലായിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഫൈനലി ജനറലൈസേഷൻ ആർ മെയ്ഡ് ബേസ്ഡ് ഓൺ ഒബ്സർവ്ഡ് ഫാക്ട്. ഇങ്ങനെ ഒബ്സർവ്ഡ് ഫാക്ട് അല്ലെങ്കിൽ നിരീക്ഷണ സംബന്ധമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഇവിടെ എന്ത് ചെയ്യുന്നുള്ളൂ ഈ ജനറലൈസേഷൻ എന്നുള്ള രീതി നമുക്ക് അവിടെ പറഞ്ഞു. അതായത് പുറത്തേക്ക് ഇതിന് എന്ത് ചെയ്യുന്നുള്ളൂ വ്യാപിപ്പിക്കുക അല്ലെങ്കിൽ പുറത്ത് പബ്ലിഷ് ചെയ്യാനുള്ള ഒരു രീതി നമുക്ക് അവിടെ പറയുന്നത്. അപ്പൊ കൃത്യമായിട്ട് നമുക്ക് അവിടെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഇവിടെ പുറത്തേക്ക് അല്ലെങ്കിൽ ലോകത്തേക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ പുറത്തേക്ക് വിടുന്നുള്ളൂ. അപ്പൊ ഇവിടെ പറഞ്ഞ ഒന്ന് നമുക്കറിയാം, ആദ്യത്തെ മെത്തേഡിൽ നമ്മൾ അവിടെ ഒരു ഊഹത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നമ്മൾ അവിടെ പറയുന്നത്. രണ്ടാമത്തേതിൽ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചുള്ള ഒബ്സർവ്ഡ് ആയിട്ടുള്ള ഫാക്ട് അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയുന്നതുകൊണ്ട് മാത്രമേ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മൾ അവിടെ പറയുന്നുള്ളൂ. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് ഇതിലത്തെ രണ്ട് മെത്തേഡായിട്ട് നമുക്ക് അവിടെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക. അതേമാതിരി തന്നെ കൂട്ടുകാർക്കൊന്ന് എന്ത് ചെയ്യുക, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഈ ഒരു ചാനലിന് കൂടുതലായിട്ട് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ തരിക. അപ്പോൾ ഈ വീഡിയോ ഞാനിന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.